നിലമ്പൂരിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ സമൂഹത്തെ മൊത്തത്തിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഓരോ വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു, ഓരോ കാൻഡിഡേറ്റ്സിനെ നമ്മൾ കാണുന്നു, അവരുടെ ആശയങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുടെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക, എങ്ങനെ പൊരുത്തപ്പെടുന്നില്ല ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് ആ തരത്തിൽ മുന്നോട്ട് പോകാം. ഗുഡ്നസ് ന്യൂസ് അവതരിപ്പിക്കുന്ന നിലമ്പൂരിലെ പോരിൽ ആര് ജയിക്കും നമുക്ക് കേൾക്കാം, അറിയാം, കാണാം. ഈ മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലെ ഓരോ വീടുകൾ മരിച്ചുപറക്കി അറിയാവുന്നതും പേരുകൾ വിളിക്കാൻ കഴിയുന്ന ഞങ്ങളൊക്കെ സ്നേഹത്തോടുകൂടെ ബാപ്പുട്ടി എന്ന് വിളിക്കുന്ന ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് ഇപ്പോൾ നമ്മളോടുകൂടെ. ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന വ്യക്തി. അദ്ദേഹത്തെ നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാൻ ഗുഡ്നസ് TV-യിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ബാപ്പുട്ടി എന്ന് വിളിക്കുന്ന ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെയാണ്. ആ പേരെ ഞങ്ങൾക്ക് വരികയുള്ളൂ. കാരണം ഞങ്ങളെ കണ്ട നാൾ മുതൽ തന്നെ ആ ഒരു സ്നേഹബന്ധം, ഹൃദയങ്ങൾ തമ്മിൽ അടുത്ത ഒരു ബന്ധമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കേണ്ട. എന്താണ് ബാപ്പുട്ടിക്ക് മൊത്തത്തിൽ ഒരു ഫീലിംഗ്? അതായത് വിജയത്തെക്കുറിച്ചാണോ മൊത്തം ആളുകളെ പ്രചരണത്തെക്കുറിച്ചും ആളുകൾ കാരണം എൻ്റെ പിതാവിനെ 4 പതിറ്റാണ്ടോളം കാലം സ്നേഹിച്ചവരാണ്, എൻ്റെ പിതാവിനെ ചേർത്ത് പിടിച്ചവരാണ്. അവർ അതേപോലെ ആ ഒരു സ്നേഹവും ആശ്ലേഷവും ഒക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ അവരുടെ ഒരു വലിയ പിന്തുണ തരുന്നുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ 9 വർഷക്കാലം നിലമ്പൂർ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു എന്ന വലിയ ഒരു ഫീലിംഗ് ആളുകളുടെ ഇടയിലുണ്ട്. ഒരു മാറ്റം നിലമ്പൂരിൽ ഉണ്ടാവണം എന്ന ഒരു വലിയ എന്താ പറയുക, ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷ ആളുകൾക്കിടയിൽ. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ വന്യമൃഗശല്യമാണെങ്കിൽ, മലയോര കർഷകരെ സംരക്ഷിക്കുന്ന കാര്യമാണെങ്കിൽ, ഇതിലൊന്നും ഒരു നടപടി പോലും ഉണ്ടാവുന്നില്ല. കഴിഞ്ഞ 1 വർഷം കൊണ്ട് 3 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. അങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ. ഇതൊക്കെ UDF ഭരണകാലത്ത് വന്യമൃഗശല്യമുണ്ട്. പക്ഷേ UDFൻ്റെ ഭരണകാലത്ത് വന്യമൃഗശല്യം ഉണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ അതിന് പരിഹാരവും പ്രതിവിധിയും ഉണ്ടായിരുന്നു, പ്രതിവിധിക്കുള്ള നേതൃത്വം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ആളുകളിൽ വലിയ അരക്ഷിതബോധമുണ്ട്. ഒരു മാറ്റം വേണം എന്ന് ശക്തിയായ ആളുകൾ ചിന്തിക്കുന്നു. അതിൻ്റെ ഒരു വലിയ പ്രതീക്ഷ. ഇപ്പോൾ ഇവിടേക്ക് ഈ മഴയത്ത് ഇവിടേക്ക് എത്ര അധികം ആളുകൾ കൂടുകയാണ്. ഇത് വളരെ ഈ ഉൾഗ്രാമമാണ്. കഴിഞ്ഞ കാലത്തൊന്നും ഇങ്ങനെയുള്ള ഒരു വലിയ സ്വീകരണം ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു വലിയ സ്വീകരണവും ആവേശവും ജനങ്ങൾ കാണുന്നുണ്ട്. ബാപ്പുട്ടി പോകുന്നിടങ്ങളിലൊക്കെ ജനങ്ങൾ, നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടുന്നു. അതൊരു വലിയ അപൂർവമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. കേരളത്തിൻ്റെ അഭിമാനമായിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ നമ്മളോടുകൂടെ ഉണ്ട്, വി.ഡി. സതീശൻ. അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രസ്താവനകൾ ഇറക്കുകയുണ്ടായി. അതിൽ മലയോര കർഷകരുടെ ഇടയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുകയും അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ തക്കവണ്ണം ഉചിതമായ നടപടികൾ എടുക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ 2 ദിവസമായിട്ട് അദ്ദേഹം നടത്തുന്ന ചില പ്രസ്താവനകൾ പൊതുവെ ക്രൈസ്തവ സമൂഹത്തിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില വേദനകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി അവരിപ്പോൾ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറി, ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി. അപ്പോൾ ആ പ്രസ്ഥാനത്തെ ഉൾക്കൊണ്ടപ്പോൾ അവരെ ന്യായീകരിക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണോ അതോ അവർ തന്നെയാണോ? അവർ ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അനുദപിക്കാനോ അവരത് തെറ്റേറ്റു പറയാനായിട്ടോ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് അത് ന്യായീകരിക്കുന്നതെന്നുള്ള ചോദ്യം അനേക ആളുകളുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നു. അങ്ങയുടെ മറുപടി അതിനെക്കുറിച്ച്? ആദ്യത്തെ കാര്യം പറയാം, മലയോരത്തെ ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പാടിലാണ്, ദുരിതത്തിലാണ്, കർഷക സമൂഹം ബുദ്ധിമുട്ടാണ്, വന്യജീവി ആക്രമണമാണ്. ഒന്നും ചെയ്യാത്ത ഒരു സർക്കാരാണുള്ളത്.
അതായത് പരമ്പരാഗതമായി ചെയ്യുന്ന ഒരു സംരക്ഷണമില്ല. ഈ മലയോരത്തെ കർഷകരെയും ആദിവാസികളെയും പാവപ്പെട്ടവരെയും വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ സർക്കാർ. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് നിലമ്പൂർ പോലെ മലയോര മേഖലയുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അതുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഭീതിയിലാണ്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല, പുല്ല് എത്താൻ പോകാൻ പറ്റുന്നില്ല, പാല് കൊടുക്കാൻ പോകാൻ പറ്റുന്നില്ല, ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. 4-5 കടുവകളാണ്, ആന ഇറങ്ങുകയാണ്, പന്നി എല്ലാ കൃഷിയും നശിപ്പിക്കുകയാണ്. ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ പ്രതികരിക്കാനുള്ള സമയമാണ്. ശക്തിയായി പ്രതികരിക്കണം. പിന്നെ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഞാൻ ആ പിന്തുണ സ്വീകരിച്ചു. ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇല്ലാത്ത വിവാദം എന്താണ് നിലമ്പൂർ ഇപ്പോൾ? പിന്നെ അല്ലല്ല, ഞാൻ വായിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരെക്കുറിച്ച് പറഞ്ഞതാണ്. ഇവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു. പിന്നെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗമുണ്ട്. ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ ആവേശകരം, അഭിമാനകരം എന്ന് പറഞ്ഞിട്ട് ഈ CPM-ന്റെ മുഖപത്രം അല്ല മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. ഞാൻ അതെല്ലാം പറഞ്ഞു. 30 കൊല്ലം അന്ന് ജമായത്ത് ഇസ്ലാമിയാണ്, വെൽഫെയർ പാർട്ടി പോലും അല്ല, ഇവരുടെ കൂടെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ 6 തെരഞ്ഞെടുപ്പിലും എനിക്കെതിരായിരുന്നു അവർ. കാരണം അവർ LDF-ന്റെ കൂടെയായിരുന്നു. ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവരുടെ തീരുമാനം LDF-നെ പിന്തുണയ്ക്കാനാണ്. അവരുടെ കൂടെ നിന്നപ്പോൾ ഈ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ME ഗോവിന്ദനും അവരുടെ ആസ്ഥാനത്ത് പോയിട്ട് അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. കാരണം എന്താ? അവരുടെ കൂടെ നിന്നാൽ മതേതരവാദി, UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചാൽ അവർ വർഗീയവാദി. ഇത് ഇരട്ടത്താപ്പാണ്. അത് കയ്യിൽ വെച്ചാൽ മതിയെന്ന് ആണ് ഞാൻ പറഞ്ഞത്. ഒരു ക്രിസ്ത്യാനിക്ക് മാനിക്കേണ്ട കാര്യമില്ല. ക്രിസ്ത്യാനികൾ അവർ തമ്മിൽ ഒരു തർക്കമില്ല. കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് താമരശ്ശേരി രൂപത പോലും അറിയാതെ ഒരു പ്രസ്താവന ഇറക്കിയത്. അത് കാസക്കാരാണ്. BJP-യുടെ നിന്ന് ചില്ലറ മേടിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്ന ആളുകളാണ്. അവർ ക്രിസ്ത്യാനിയൊന്നും പ്രതിനിധീകരിക്കുന്നില്ല. ഓക്കെ, അടുത്ത കാര്യം, നമ്മൾ 80-20 പോലുള്ള വിഷയങ്ങൾ പോലും അതിന് കോൺഗ്രസിൻ്റെ ഒരു സപ്പോർട്ട് ആ സമുദായത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ള വളരെ ശക്തമായ പ്രചരണം ഈ സമയത്ത് ഉന്നയിക്കുകയാണ്. വീണ്ടും ഞങ്ങളാണ് ഉന്നയിച്ചത്. ഞങ്ങളാണ് ആ വിഷയം ഉന്നയിച്ചത്. LDF-ന്റെ കാലത്ത് ചെയ്തതല്ലേ? ആണോ? ഞങ്ങളല്ല ചെയ്തത്. UDF ഗവൺമെൻറ് അല്ല ചെയ്തത്. 80-20 ചെയ്തത് LDF സർക്കാരാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തല്ല അന്നും. ഞങ്ങളെതിരെ വിമർശിക്കുന്നത്, ഞങ്ങൾ അതിനെതിരായി ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ബെഞ്ചമിൻ ഘോഷി കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ മീതെ കയറി മുഖ്യമന്ത്രി ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച വിഷയമല്ലേ? വല്ലതും ചെയ്തോ? തൊടുന്നില്ല. ഞങ്ങൾ പറയുന്നത് ബെഞ്ചമിൻ ഘോഷി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണം ഇന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ ക്രൈസ്തവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എവിടെയാണ്? ഒന്ന് മലയോരത്ത്, ഒന്ന് കടലോരത്ത്. ഈ 2 സ്ഥലത്തും അവർ ഭീഷണി നേരിടുക. അവരുടെ വിഷയങ്ങളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മലയോരത്തെ കർഷകരുടെ സങ്കടങ്ങളും തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ സങ്കടങ്ങളുമാണ്. അത് ക്രൈസ്തവ സമുദായങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരാണ് ഇതിൽ കൂടുതൽ. അല്ലാത്തവരുണ്ട്. പക്ഷേ ആ വിഷയങ്ങൾ കേരളത്തിൻ്റെ പൊതുശ്രദ്ധയിലേക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് കേരളത്തിലെ പ്രതിപക്ഷവും. നിങ്ങൾ നിയമസഭ എടുത്തു നോക്കിയോ, നിയമസഭയിൽ അവരുടെ സങ്കടങ്ങൾ ഏറ്റവും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ദളിത് ക്രൈസ്തവരുടെ ഒരു വലിയ വേദന എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ എവിടെ നിന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ശ്രീമതി ജയലളിത ആയിരുന്ന സമയത്ത് തമിഴ്നാട്ടിൽ പ്രത്യേകമായ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അവർക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭ്യമായതുകൊണ്ട് തന്നെ ഈക്വൽ സ്റ്റാറ്റസ്, SC-യുമായിട്ടുള്ള ഈക്വൽ സ്റ്റാറ്റസ് അവർക്കുണ്ടാകാനായിട്ട് സാധിച്ചു. സുപ്രീം കോടതിയിൽ അതിൻ്റെ കേസൊക്കെ നടക്കുകയാണ്. പക്ഷേ അന്ന് UPA സർക്കാർ വേണ്ടുന്ന വിധത്തിൽ അതിനെ ഒരു കൈയഴിഞ്ഞ് സഹായിക്കാനോ അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടിയിട്ടൊരു നല്ല സമീപനം എടുക്കാനോ സാധിച്ചില്ല എന്നുള്ള വലിയൊരു പരാതി കിടക്കുകയാണ്. ഇപ്പോൾ ഇനി അങ്ങ് ഭരണപക്ഷത്തേക്ക് വരികയാണെങ്കിൽ, നാളുകളിൽ വരികയാണെങ്കിൽ, അങ്ങയുടെ മന്ത്രിസഭ വരികയാണെങ്കിൽ ഈ ദളിത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അങ്ങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ UDF-ന് അതിന് കൃത്യമായ നിലപാടുണ്ട്. ദളിത് ക്രൈസ്തവരുടെ സ്ഥിതി പരിതാപകരമാണ്. പല പിന്നോക്ക സമുദായത്തെക്കാൾ പിന്നോക്കം നിൽക്കുന്ന സമൂഹം. അവർ ത്രിശങ്ക് സ്വർഗത്തിലാണ്. ദളിതരും അല്ല, ക്രിസ്ത്യാനികളോ അല്ല എന്നുള്ള നിലയിലാണ് അല്ലേ? പലരുടെ ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്ന പ്രിവിലേജ് അവർക്ക് കിട്ടുന്നില്ല, ദളിതർക്ക് കിട്ടുന്ന അവകാശങ്ങളും കിട്ടുന്നില്ല. വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അവരുടെ പ്രശ്നം UDF-ന്റെ മാനിഫെസ്റ്റോയിലുണ്ടാവും. അവരുടെ വിഷയം ശാശ്വതമായി ഞങ്ങൾ പരിഹരിക്കും. അവരുടെ വിദ്യാഭ്യാസ തൊഴിൽ അവസരങ്ങൾ അവർക്ക് കൊടുക്കുന്നത്, സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമായി UDF പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവരുടെ യോഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. UDF-ന്റെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം മാനിഫെസ്റ്റോ പറയുന്നു. അവരുടെ കാര്യം അഡ്രസ്സ് ചെയ്തിരിക്കും. പാവങ്ങളാണ്, അവരുടെ സങ്കടങ്ങൾ ഞങ്ങൾക്കറിയാം. UDF ഒറ്റക്കെട്ടാണ് ആ കാര്യത്തിൽ. ആ തീരുമാനം ഉണ്ടാവും. എനിക്ക് ആ ചോദ്യം ചോദിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി അച്ഛനോട് പറയാം. ഓക്കെ,
ഊർജ്ജസ്വലനായിരിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങ് പലപ്പോഴും വിശുദ്ധ ബൈബിളിലെ വാക്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് സംസാരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന് വളരെ ആത്മീക സന്തോഷം നൽകുന്നതാണ്. തുടർന്നും ആ പന്താവിലൂടെ സഞ്ചരിക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടും എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും നേരുന്നു. കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പോഴത്തെ MLA, അദ്ദേഹം പാലയമാട് എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണാർത്ഥം വരികയും ഇവിടുത്തെ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കും. എങ്ങനെ തോന്നുന്നു അങ്ങേക്ക് അങ്ങയുടെ സ്നേഹിതനായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ സ്വന്തം നാട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ മകന് വേണ്ടി നടത്തുന്ന ഈ പ്രചരണത്തിൽ എന്താണ് അങ്ങേക്ക് പറയാനായിട്ടുള്ളത്? ആര്യാടൻ ഷൗക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പോവുകയാണ്. ഈ നിലമ്പൂരിലെ ജനങ്ങൾ 4 പതിറ്റാണ്ട് കാലം അനുഗ്രഹിച്ചയച്ച ആര്യാടൻ മുഹമ്മദാണ് ഈ നാടിന്റെ വികസന നായകൻ. അദ്ദേഹം ആരംഭിച്ച പദ്ധതികൾ കഴിഞ്ഞ 9 വർഷക്കാലമായി ഒരു തരത്തിലും അത് പൂർത്തീകരിക്കാൻ പോലും കഴിയാത്ത ഒരു ഗവൺമെന്റ്. ഷൗക്കത്തിന്റെ വിജയം കേരളത്തിലെ ഒരു ഭരണമാറ്റത്തിന്റെ കേളികൊട്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ആവശ്യമാണ്. അതാണ് ജനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നാട് രക്ഷപ്പെടും, കേരളം രക്ഷപ്പെടും. അതാണ് വളരെ ആശ്ചര്യകരമാണ്. മലബാർ പ്രദേശത്തെ മലപ്പുറം ജില്ലയുടെ ഏറ്റവും കിഴക്കൻ പ്രദേശമായിരിക്കുന്ന കരളായി പഞ്ചായത്തിൻ്റെ സമീപ പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിലാണ്, ഒരു കോളനിയോട് ചേർന്ന് ഉള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ UDFൻ്റെ സാരഥ്യം വഹിക്കുന്ന പ്രധാനികളിൽ ദീർഘകാലത്തെ പാർലമെൻറ്റിനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് MP നമ്മുടെ മധ്യത്തിൽ നിന്ന് ഉണ്ട്. അദ്ദേഹം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി തരുവാൻ തക്കവണ്ണം വളരെ ആഹ്ലാദ ചിത്തനായിട്ട് തന്നെ നിൽക്കുകയാണ്. അദ്ദേഹമാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഈ പ്രദേശത്തേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ഈ ഇലക്ഷൻ പ്രചരണങ്ങളെക്കുറിച്ചും അങ്ങയുടെ ആഗ്രഹം അല്ലെങ്കിൽ അങ്ങയുടെ കാഴ്ചപ്പാടെന്ന് പറയാം. തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം എന്താണെന്ന് ഇവിടുത്തെ വോട്ടർമാർക്ക് നന്നായത്. ഇത് UDF വരുത്തിവെച്ച ഒരു ഉപതെരഞ്ഞെടുപ്പല്ല, മറിച്ച് LDF സ്വതന്ത്രനായി വിജയിച്ച PV അൻവർ തൻ്റെ നിയമസഭാ സാമാജികത്വം രാജിവെച്ചതിനെ തുടർന്ന് പൊടുന്നതിനുണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനാണ്. അവരോടൊപ്പം നിന്ന് വിജയിച്ച MLA അവർക്കൊപ്പം നിർത്താൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് പെട്ടെന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇടതുപക്ഷത്തോടും അതോടൊപ്പം തന്നെ ഇവിടെ MLA ആയി ജയിച്ച സ്ഥാനാർത്ഥിയോടും ഇപ്പോൾ ഇവിടെ സ്വതന്ത്രമായി മത്സര സ്ഥാനാർത്ഥിയോടും ഇവിടുത്തെ വോട്ടർമാർക്ക് വലിയ പ്രതിഷേധമാണ് ഉള്ളത്, വലിയ എതിർപ്പാണുള്ളത്. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് UDFന് അനുകൂലമായി മാറും എന്നതിൽ സംശയമില്ല. പൊതുവേ കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ UDFന് അനുകൂലമാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ ഈ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഉപതെരഞ്ഞെടുപ്പ് അതിന് കാരണക്കാർക്കെതിരായും അതിശക്തമായ ജനവികാരം ഇവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് UDFൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിന് അനുസരിച്ചുള്ള അടുക്കും ചിട്ടയോടും കൂടിയ പ്രവർത്തനമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലും കാണിക്കാത്ത ആവേശത്തോടു കൂടിയാണ് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ UDF മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ കാലാവസ്ഥ UDFന് അനുകൂലമാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ശ്രീ ആര്യാടൻ മുഹമ്മദ് ദീർഘകാലം ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നത്. ആ രീതിയിലും UDF അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലുള്ളത്. താങ്ക് യു. നമ്മുടെ കേരളം മതേതരത്വത്തിന് എപ്പോഴും കീർത്തി കേട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ മാതൃകാപരമായിട്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ തന്നെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ
ഈ നിയോജക മണ്ഡലത്തിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി, ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് ഇപ്പോൾ കോൺഗ്രസിനകത്തും നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. സമസ്ത പോലുള്ള സംഘടനകൾ തന്നെ, മുസ്ലിം സംഘടനകൾ തന്നെ അതിനെ കൃത്യമായിട്ട് തള്ളിപ്പറയുകയും, കാരണം അതൊരു എല്ലാവരുമായിട്ട് യോജിച്ചു പോകുന്ന, സാമ്പ്രദായികമായിട്ടുള്ള പാർട്ടിയുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല എന്നും അവരെ UDF ഉൾക്കൊണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പിന്തുണ UDF വാങ്ങിക്കുന്നതുകൊണ്ട് അതിൽ തന്നെ വലിയ വിഘാതങ്ങൾ ഉണ്ടാക്കും എന്നുമുള്ള ഒരു പരാമർശം ഈ അടുത്ത സമയത്ത് പല മേഖലകളിൽ നിന്ന് വരുന്നു. അതിനെക്കുറിച്ച് അങ്ങയുടെ താല്പര്യം? ഞങ്ങൾ UDF അങ്ങനെ പിന്തുണ പരസ്യമായിട്ട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. ഈ UDF ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ UDF ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളുമുണ്ട്. അവരൊക്കെ തന്നെ UDFന് രഹസ്യമായും പരസ്യമായും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ വെൽഫെയർ പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വെൽഫെയർ പാർട്ടി ആയിരുന്നാലും, അതുപോലെ PDP ആയിരുന്നാലും, SDP ആയിരുന്നാലും, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനുമുണ്ട്. അതനുസരിച്ചാണ് ഞങ്ങൾ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് സംഘടനകൾ, വിവിധ ജാതിയിലും മതത്തിലും പെട്ട ഒരുപാട് സംഘടനകൾ, രാഷ്ട്രീയമില്ലാത്തവരും രാഷ്ട്രീയമുള്ളവരും ഈ തെരഞ്ഞെടുപ്പിനെ പ്രത്യേക കണക്കെടുത്തുകൊണ്ട് UDFന് പിന്തുണയ്ക്കുവാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും അതിൻ്റെ ഭാഗമായി പലരും രഹസ്യമായും അതോടൊപ്പം തന്നെ പരസ്യമായും UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ആവശ്യപ്രകാരം അല്ല, അല്ലെങ്കിൽ ഞങ്ങൾ അഭ്യർത്ഥിച്ചതല്ല, അവരുടെ തീരുമാനമാണ്. ഓക്കെ, അതിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണെങ്കിലും അതിന്മേലൊരു ചർച്ചയും, അല്ലെങ്കിൽ അവരുടെ ആ പ്രസ്ഥാനത്തെ തന്നെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ചർച്ചയും പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇന്നലെകളും മിനിഞ്ഞാന്നുകളിലൊക്കെ വരികയുണ്ടായി. അതിനെ ചൊല്ലി മലയോര കർഷകരുടെ ഇടയിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ ഒരു ആശങ്ക രൂപപ്പെട്ടു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ ആശങ്ക, ജനങ്ങൾ ചോദിക്കുന്ന ആശങ്ക അങ്ങയോട് ചോദിക്കുകയാണ്. അല്ല, പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള പ്രസ്താവനകളിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകളോ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം അത് തിരുത്തുകയും അദ്ദേഹം അതിന് വിശദീകരണം നൽകുകയും ചെയ്യും. അത് തീർച്ചയായും അങ്ങനെ ഏതെങ്കിലും വിഭാഗങ്ങൾക്കോ ഏതെങ്കിലും സംഘടനകൾക്കോ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടെങ്കിൽ അതിൽ വിശദീകരണം ആവശ്യമാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ആ വിശദീകരണം നൽകുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ വിശദീകരണം അക്കാര്യത്തിലുണ്ടാകും. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടത് അദ്ദേഹമാണ്. അങ്ങനെ ആ ഏതെങ്കിലും വിഭാഗത്തിന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ആശങ്കയുണ്ടെങ്കിൽ, വ്യത്യസ്തമായ അതിനകത്ത് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും അത് എന്താണ് പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിച്ചത്, എന്താണ് അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത്, ഉദ്ദേശിച്ചതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പറഞ്ഞതിനെക്കുറിച്ച് ഏതെങ്കിലും വിഭാഗത്തിന് ആശങ്കയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് തിരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊന്ന്, ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്നവരാണ്. ഏതെങ്കിലും ഒരു മതത്തിന് ഞങ്ങൾ എതിരല്ല. എല്ലാ വിഭാഗത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വമാണ്. ആ മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും എല്ലാ മതവിശ്വാസികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ വെള്ളം ചേർക്കാൻ തയ്യാറില്ല. ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റമില്ല. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് മതേതരത്വമാണ്. ആ മതേതരത്വത്തിന് കീഴിൽ എല്ലാ ജാതി, സമുദായ, വർണ്ണ എല്ലാ വിഭാഗങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അവർക്ക് സംരക്ഷണം നൽകുന്ന, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നിലപാടും സമീപനമാണ് കോൺഗ്രസ് പാർട്ടി എക്കാലത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല. അല്ല, 80-20യുടെ വിഷയമാണ് ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. 80-20 എന്ന് പറയുന്ന സംവരണ ആനുപാതികം, അതിനകത്ത് സർക്കാർ എടുത്ത നിലപാടിന് വിയോജിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി വരികയും ആ വിധിയെ മറികടക്കാൻ തക്കവണ്ണം സുപ്രീം കോടതിയിലേക്ക് സർക്കാർ പോയപ്പോൾ അതിനെ പിന്തുണ കൊടുക്കുകയും ചെയ്ത കോൺഗ്രസ് പ്രസ്ഥാനമാണെന്നുള്ള വലിയൊരു അലിഗേഷൻ കോൺഗ്രസിനെതിരെ സമൂഹം ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആണ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് ചോദിച്ചത്. ഞങ്ങൾ അക്കാര്യത്തിലൊക്കെ എടുത്തുള്ള നിലപാട് കൂട്ടായി ആലോചിച്ചിട്ട് എടുത്തുള്ള നിലപാടാണ്. ആ നിലപാട് എന്ന് പറയുന്നത് പാർട്ടിയുടെ ഈ കാര്യത്തിൽ സംവരണത്തിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ നിലപാട് കൊണ്ട് ഏതെങ്കിലും സമുദായത്തിനോ ഏതെങ്കിലും വിഭാഗത്തിനോ ദോഷം വരികയോ ആ നിലപാട് കൊണ്ട് അവരുടെ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കുകയോ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല, എല്ലാവർക്കും സാമൂഹ്യ നീതി ലഭ്യമാക്കണമെന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ്
കോൺഗ്രസ് എക്കാലത്ത് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദളിത് ക്രൈസ്തവർക്ക് അവർക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു പരാതി ദീർഘകാലങ്ങളായിട്ട് കോൺഗ്രസ് ഇവിടെ ഭരിക്കുന്ന സമയത്ത് UDF ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്തും പലപ്പോഴും അന്ന് ഉമ്മൻചാണ്ടി സാറുമായിട്ടും അതിനു മുമ്പ് ശ്രീ AK ആൻ്റണി സാറുമായിട്ടൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും അതിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടെടുക്കുകയോ ആ ഒരു സമൂഹത്തെ വേണ്ടുന്ന വിധത്തിൽ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള വലിയൊരു പരാതിയും കൂടെ കിടക്കുമ്പോൾ അത് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ഇനിയും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, പരിഹരിക്കാൻ പോകുന്നത്? ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും മറ്റ് പട്ടികജാതി വിഭാഗങ്ങൾ ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ സംവരണം ഉൾപ്പെടെയുള്ളത് ലഭ്യമാക്കണമെന്നും എല്ലാ കാലത്തും നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. 1991-96 രാജ്യത്ത് നിലനിന്നിരുന്ന നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് ദളിത് ക്രൈസ്തവരെ അല്ലെങ്കിൽ ആവേശ ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചാണ്, ലോക്സഭയിൽ അവതരിപ്പിച്ചാണ്. അന്ന് BJP അതിനെ ശക്തമായി എതിർക്കുകയും കാരണം അന്ന് നരസിംഹറാവിൻ്റെ ഗവൺമെൻറ്റിന് മൃഗീയമായ ഭൂരിപക്ഷമില്ലായിരുന്നു. അന്ന് കൊച്ചു കൊച്ചു പാർട്ടികളുടെയൊക്കെ പിന്തുണയോടുകൂടി ആ ഗവൺമെൻറ് മുന്നോട്ട് പോയതാണ്. എങ്കിൽ പോലും ഞാനടക്കമുള്ള കോൺഗ്രസ് MPമാരുടെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1991-96 നിലനിന്ന് അന്ന് അധികാരം നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് അവസാന ഘട്ടത്തിൽ ബില്ല് അവതരിപ്പിച്ചതാണ്. പാർലമെൻറ്റിൽ ബില്ല് പൈലറ്റ് ചെയ്താണ്. ചർച്ച അത് അവതരിപ്പിച്ച് ഇൻട്രൊഡക്ഷൻ സമയത്ത് സുഷമ സ്വരാജ് എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ്, BJPയുടെ പ്രതിപക്ഷ നേതാവ് അത് ശക്തമായി എതിർക്കുകയും ഒരു കാരണവശാലും ആ ബില്ല് പാസ്സാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബില്ലിൻ്റെ അവതരണം തടസ്സപ്പെടുത്തി മാറ്റിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അവശ്യ ക്രൈസ്തവരുടെ കാര്യത്തിൽ, അവശ്യ ക്രൈസ്തവരെന്നല്ല ഇപ്പോൾ ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും പട്ടികജാതിക്കാർക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ആ ജനവിഭാഗത്തിന് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന അതിന് നിലപാടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. നാളെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാൻ 3-2 ഭൂരിപക്ഷമാണ്. അത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ്റാണ് കോൺഗ്രസ് നേതൃത്വം അധികാരത്തിൽ വരുന്നെങ്കിൽ തീർച്ചയായും ദളിത് ക്രൈസ്തവർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. ഓക്കെ, ഇതിനോട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ. ഒന്ന്, തമിഴ്നാട്ടിൽ ശ്രീമതി ജയലളിത മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തന്ന് ദളിത് ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ പ്രത്യേകമായ സംവരണം ഏർപ്പെടുത്തുകയും അവരെ അവശ്യ ക്രൈസ്തവർ എന്നുള്ള ആ പേരല്ല ഇപ്പോൾ നമ്മൾ വിളിക്കേണ്ടത്, ദളിത് ക്രൈസ്തവർ, അവരെ ഉദ്ധരിക്കാൻ വേണ്ടുന്ന എല്ലാ നടപടികൾ ഉണ്ടാക്കുകയും ചെയ്തത് ആ ദേശത്തിലുള്ള ക്രൈസ്തവർക്ക് വലിയൊരു ഉന്മേഷമായി മാറുകയുണ്ടായി. എന്നാൽ UPA സർക്കാർ യൂണിയൻ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിനോട് 2 പ്രാവശ്യം സുപ്രീം കോടതി ചോദിച്ചാണ് ദളിത് ക്രൈസ്തവരെ പട്ടികജാതി സംവരണത്തിൽ കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന്. 2 പ്രാവശ്യവും അദ്ദേഹം മൗനം പാലിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇതുവരെയും ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കുക? ശരിയല്ല, കാരണം ഞാൻ അതിനകത്ത് ഇടപെട്ട ആളാണ്. അത് ശരിയല്ല. ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നരസിംഹറാവു ഗവൺമെൻറ് കാലത്ത് ബില്ല് അവതരിപ്പിക്കുകയും അന്നത്തെ BJP നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ BJP ആണ് ശക്തമായി എതിർത്തത്. പക്ഷേ ഇന്ന് നമ്മുടെ ക്രൈസ്തവ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു സമ്മർദ്ദം ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. അല്ല, അത് വേണമെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടി കൊണ്ടുവരാമല്ലോ. നിങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ട് എത്രയും വേഗത്തിൽ ഇത് നടപ്പിലാക്കണം. കാരണം കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തുമുള്ള ദളിത് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു. നമുക്കറിയാം, ഉത്തരേന്ത്യയിലും മറ്റും ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ വളരെ ആസൂത്രിതമായിട്ടാണ് എല്ലാ ആഴ്ചകളിലും നടക്കുന്നുണ്ട്. അതിനെതിരെ ഒന്നും തന്നെ കോൺഗ്രസ് ശക്തമായി പ്രതികരിക്കുന്നില്ല എന്നുള്ള വലിയൊരു അപഖ്യാതി കൂടെ കോൺഗ്രസ് ഏൽക്കേണ്ടി വരും. ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് 3 പ്രാവശ്യം സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച ആളാണ് ഞാൻ. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം വാദിക്കുകയും നിരന്തരം പാർലമെന്റിൽ ശബ്ദമുയർത്തുകയും സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം അങ്ങാണ് ഇതിന് കൃത്യമായി ഉത്തരം തരാൻ 1991-96 കാലഘട്ടത്തിൽ അന്ന് ഏതാണ്ട് 150ഓളം MPമാരെ ഒപ്പിട്ട് ഒരു അന്ന് എനിക്കൊന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു ഈ ദളിത് ക്രൈസ്തവ സംഘടനകളെല്ലാം കൂടി ഡൽഹിയിൽ വന്നു. അതിൽ 1-2 പേര് എൻ്റെ വീട്ടിലാണ് താമസിച്ചത്, MP ഫ്ലാറ്റിലാണ് താമസിച്ചത്. ഞാനാണ് 150ഓളം MPമാരുടെ ഒപ്പ് അന്ന് ശേഖരിച്ച് ഈ ദളിത് ക്രൈസ്തവ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് അയച്ച് ഒപ്പ് ശേഖരിച്ച് അവരെ ഏൽപ്പിച്ച് അതനുസരിച്ച് അത് പ്രധാനമന്ത്രിക്കും ഒക്കെ കൈമാറിയത്. അതിൻ്റെ പേരിൽ കേസ് വരെ ഉണ്ടായ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് അഭിമുഖീകരിച്ച ആളാണ് ഞാൻ. മധ്യതിരുവിതാംകൂറിൽ നിന്നാണ് വരുന്നതെങ്കിലും മലപ്പുറത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ
ശൈലികൾ വ്യത്യസ്തമാണ് എന്ന് തോന്നിയാലും തിരുവിതാംകൂറിലെ അതേ ജനവിഭാഗങ്ങളുടെ ഹൃദയവേദനയും അല്ലെങ്കിൽ ഹൃദയവികാരങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഐഡൻറ്റിക്കലായിട്ടുള്ള സെയിം ആയിട്ടുള്ള ഇഷ്യൂസ് ഇവിടെയുണ്ട്. ഞാൻ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ സഞ്ചരിച്ചപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ മലയോര കർഷകരുടെ അതേ വേദനയും വികാരവും പ്രയാസവും ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെയാണ് അവരും പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിലമ്പൂരുമായും മലബാറുമായും മലപ്പുറവുമായും വലിയൊരു ഹൃദയടുപ്പം ഞങ്ങൾക്ക് ഈ ദിവസങ്ങളുണ്ടായി. വിശേഷിച്ച് ഈ മേഖലയിലെ മലയോര കർഷകർ അല്ലെങ്കിൽ മലയോര മേഖലയുമായിട്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം നമ്മുടെ മേഖലയിൽ അനുഭവിക്കുന്ന പ്രയാസവും സമാനമാണ്. കർഷകരുടെ ദുഃഖവും ദുരിതവും അതുപോലെ തന്നെ വനയോര മേഖലയിൽ താമസിക്കുന്നവരുടെ പ്രയാസങ്ങളും എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. നമ്മൾ അനുഭവിച്ചിട്ടുള്ള അതേ വേദനയിലൂടെ കടന്നു പോകുന്നവരാണ്. അതിൻ്റെയൊക്കെ വലിയൊരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുലിയുടെ സാന്നിധ്യം കണ്ടതിൻ്റെ പ്രയാസത്തിലും വിഷമത്തിലുമുള്ള വിവരങ്ങളും വാർത്തകളും അല്ലെങ്കിൽ ഫോൺ കോളുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രയാസകരവും ആശങ്കാജനകവുമായ ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ മലയോര മേഖലയിൽ ജനങ്ങൾ ജീവിക്കുന്നത്. അവരുടെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഓക്കെ, അങ്ങ് പറഞ്ഞു ഈ മലയോര മേഖലയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, അതിനകത്ത് അവർ അഭിമുഖീകരിക്കുന്ന കാർഷിക മേഖലയിലെ വളരെ വളർച്ചയില്ലായ്മ, തളർച്ചകൾ, അതുപോലെ തന്നെ കുടിയേറ്റം, ഇവിടുന്നൊക്കെ അനേക കുട്ടികൾ പഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഒരു 80-20 എന്ന് പറയുന്ന ഒരു വിഷയം ഈ കർഷക കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അന്ന് UDF വേണ്ടുന്ന വിധത്തിൽ ഈ കർഷക കുടുംബങ്ങളെ, ക്രൈസ്തവ കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വലിയൊരു പരാധീനം ഇപ്പോൾ ഉയർന്നു വരികയാണ്. അതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനായിട്ടുള്ളത്? ഈ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രയാസവും അങ്ങനെ ഒരു ആശങ്കയും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരാശയും ഒക്കെ ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നിലവിൽ ആ വിഷയം സബ്ജുഡീസ് ആയതുകൊണ്ട് ഞാനൊരു അഭിഭാഷകൻ കൂടി ആയിരിക്കുമ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായിട്ട് അഭിപ്രായം പറയുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ ഇതിലൊരു അഭിപ്രായ ഐക്യം ഉണ്ടായി ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് ഒരു കൺസെൻസ് എമർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പരിശ്രമം നടത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. നിലമ്പൂരിലെ ജനങ്ങൾ സ്നേഹത്തോടുകൂടെ ബാപ്പുട്ടി എന്ന് വിളിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ അഭിമാന സ്തംഭമായ അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, നമ്മുടെ കൂടെ ഇവിടെയുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ മണ്ഡലത്തിലൂടെയുള്ള പ്രചരണം? ഒരുപക്ഷെങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഈ വടക്കൻ ദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അബിക്കിവിടെ ഈ മലപ്പുറത്തെക്കുറിച്ച്, ഈ നാടിനെക്കുറിച്ചുള്ള വിവരണം ഒന്ന് പറയാമോ? കേരളത്തിലെ ഏറ്റവും സ്നേഹനിധികളായ മനുഷ്യന്മാരുള്ള നാടാണ് മലപ്പുറം. അതുമാത്രമല്ല, മധ്യ തിരുവിതാംകൂറിലെ നിന്ന് തന്നെ ഉള്ളവരാണ് ഇവിടെ ഉള്ളവരിൽ കുറേ അധികം ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കാരും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ചുങ്കത്തറയിലും നിലമ്പൂരിലും പോലുള്ള പ്രദേശത്ത് നമ്മുടെ ബന്ധുക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഹൃദ്യമായ സ്വീകരണമാണ് നിലമ്പൂർ തരുന്നത്. നിലമ്പൂരിൽ മികച്ച വിജയം തന്നെ ഉണ്ടാകും. ഒരു മതേതര മണ്ണാണ് നിലമ്പൂരിൻ്റെത്. ഓക്കെ, അപ്പോൾ ഈ മതേതര മണ്ണിന് വളക്കൂറുണ്ടാകാൻ തക്കവണ്ണം ആര്യാടൻ കുടുംബം ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അബിന്റെ അഭിപ്രായം? തീർച്ചയായിട്ടും ആര്യാടൻ മുഹമ്മദ് ആണ് ഇവിടെ 3 പതിറ്റാണ്ടോളം കാലം ഈ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും അധികായനായ ഒരു മന്ത്രിയായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ വിഷയങ്ങളിലും ഓരോ വികസന പ്രവർത്തനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 9 കൊല്ലമായി മുരടിച്ചിരിക്കുകയാണ്. ആ മുരടിപ്പിന് ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തന്നെ ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെ പിൻഗാമിയായി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് തന്നെ വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഓക്കെ, ഈ അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പൈലറ്റ് ഇലക്ഷനായിട്ടാണല്ലോ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ഇലക്ഷനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഊഹം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അതെങ്ങനെ വിലയിരുത്താൻ? ഒരു സെമി ഫൈനൽ പോരാട്ടമാണ്. ഈ സെമി ഫൈനലിൽ ഞങ്ങൾ വലിയ വിജയം നേടും. 2026 ഏപ്രിൽ മാസത്തിലെ ഫൈനൽ മത്സരത്തിലും ഞങ്ങൾ വലിയ വിജയം നേടും. അതിനു മുന്നോടിയായി കേരളത്തിൽ ഒരു കാവൽ സർക്കാരിനെ സൃഷ്ടിക്കുക. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഒരു കാവൽ സർക്കാരാണ്. ആ സർക്കാരിനെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. മാറാത്തതെന്തും മാറുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ തന്നെ മാറ്റത്തിന് വേണ്ടി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നിലമ്പൂർക്കാർക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹം പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങളോട് BJPയുടെ കാൻഡിഡേറ്റായിട്ട് വളരെ അവിചാരിതമായി ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ തക്കവണ്ണം തയ്യാറായിരിക്കുകയാണ്. അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ ഒപ്പമുണ്ട്. അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതോടൊപ്പം തന്നെ
അദ്ദേഹം തന്നെത്താൻ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഞാൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. ഞാൻ ഈ ചുങ്കത്തറ നിവാസിയാണ്, നിലമ്പൂരിലെ ചുങ്കത്തറ നിവാസിയാണ്. ജോൺസൺ അച്ഛൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹവും ഞങ്ങളൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ ഒരേ മേഖലയിലായിരുന്നു. പക്ഷേ പിന്നീട് വന്നപ്പോൾ ആ പ്രസ്ഥാനം, ഞങ്ങൾ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിനൊക്കെ ബലക്ഷയമുണ്ടായപ്പോൾ ഞാൻ മാറി ചിന്തിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്നിൻ്റെ ആവശ്യം, ഇന്ന് ജനങ്ങളെല്ലാം മാറി ചിന്തിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഈ കുടിയേറ്റ മേഖലയിൽ, മലയോര മേഖലയിൽ മുഴുവൻ ആളുകളും മാറി ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുമായി യോജിച്ചു പോകാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഓക്കെ, ഈ മണ്ഡലത്തെക്കുറിച്ച് ഇപ്പോൾ ഉള്ളൊരു പിക്ചർ ഏകദേശം വക്കീല് സഞ്ചരിച്ചപ്പോൾ കിട്ടിക്കാണുമല്ലോ. ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് കുടിയേറ്റക്കാരുടെ മനസ്സ് ഇപ്പോൾ ചാഞ്ഞു നിൽക്കുന്നത്? ജോൺസൺ അച്ഛൻ അറിയാമല്ലോ, കഴിഞ്ഞ 45 വർഷമായി ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അച്ഛന് അറിയാമല്ലോ, അച്ഛനെയും മുതുകുളം ഏരിയയിൽ നിന്നും പോയതാണല്ലോ. എനിക്ക് ഈ മേഖലയുമായി വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ട്. ഞാൻ വളരെ ചെറുപ്പം മുതൽ ഈ നാടിൽ നടന്നും കാറിലും സൈക്കിളിലും മോട്ടോർ സൈക്കിളിലും ഒക്കെ സഞ്ചരിച്ച് രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും നടത്തിയിട്ടുള്ള ആളാണ്. ഞാനിവിടെ YMCA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. പ്രളയകാലത്ത് ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ YMCA വഴി ചെയ്തിട്ടുണ്ട്. YMCA ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് പ്രളയത്തിൽ. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ നാടിൻ്റെ എല്ലാ മേഖലകളിലും എനിക്ക് നല്ല അടുത്ത ബന്ധമുണ്ട്, ആളുകളായിട്ട് നല്ല ബന്ധമുണ്ട്. അത് മുതലാകും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ മാറ്റം വന്നില്ലേ, ജനങ്ങളെല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങി. ജനങ്ങളെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ്. നാടിൻ്റെ വികസനം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഓക്കെ, ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ കൂടെ ഉണ്ടാകുന്ന ഒരു ചോദ്യം ഇതാണ്. നോർത്ത് ഇന്ത്യയിൽ മറ്റും ഉത്തരേന്ത്യൻ പ്രദേശങ്ങൾ ക്രൈസ്തവ സഭകളെ പീഡിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി BJPയുടെ അനുഭാവികൾ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ആ പ്രസ്ഥാനവുമായിട്ട് വക്കീലിന് യോജിച്ച് നിൽക്കാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് സുവിശേഷ സംഘവുമായിട്ടൊക്കെ യോജിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ആ പ്രസ്ഥാനവുമായിട്ട് യോജിച്ച് നിൽക്കാൻ കഴിയും എന്നുള്ള സാധാരണക്കാരുടെ ചോദ്യത്തിന് എന്താണ് അങ്ങയുടെ മറുപടി? അത് തെറ്റായ പ്രചരണമാണ്. കേരളത്തിലെ ആകെ 20% താഴെയല്ലേ ക്രിസ്ത്യാനികളുള്ളൂ. ഈ ഉത്തരേന്ത്യൻ പ്രശ്നം കൊണ്ടെന്ന് പറയുന്ന ഉത്തരേന്ത്യയിൽ 100% ക്രിസ്ത്യാനികളുള്ള സ്ഥലമാണ്. 80% അവിടെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ്. അവിടെ അങ്ങനെ പ്രശ്നമില്ല. അവിടെ ചില വംശീയ പ്രശ്നങ്ങളുണ്ട്. അതിനെ വർഗീയവൽക്കരിക്കുകയും അതിനെ ക്രിസ്ത്യ മതത്തിനെതിരായി ഒരു താല്പര്യ കക്ഷികൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല. ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യയിൽ യാതൊരു പ്രശ്നവുമില്ല. അതാണ് സത്യം. പിന്നെ ചെറിയ നിസ്സാര സംഭവങ്ങളെ വലിയ പർവ്വതീകരിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു സത്യം. അങ്ങനെ ഒരു പ്രശ്നം ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യയിലില്ല. നമ്മളൊക്കെ ജീവിക്കുന്നില്ലേ, നമുക്കൊന്നും ഇവിടെ പ്രശ്നമില്ലല്ലോ. ഉത്തരേന്ത്യയിലും പ്രശ്നമില്ല. അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്നുള്ളതല്ല പ്രശ്നം. അവിടെ വർഗീയപരമായി അല്ലെങ്കിൽ അവിടുത്തെ കുലപരമായി ചില പ്രശ്നങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങയുടെ ഈ BJPയിലേക്കുള്ള പ്രവേശനത്തിന് തൊട്ടു മുമ്പായിട്ട് ഈ പ്രത്യയശാസ്ത്രത്തിന് നേരെ വിരുദ്ധമായിട്ട് പറയുകയും ഈ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചില കോണിൽ നിന്ന് ചില ആളുകളൊക്കെ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനോടും കൂടെ അങ്ങ് അഡ്രസ്സ് ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മണ്ഡലത്തിൽ, നിലമ്പൂർ എന്ന് പറയുന്നതായിട്ടുള്ള ഈ മണ്ഡലത്തിൽ വികസിതമായിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടുവരാമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണല്ലോ. പ്രത്യേകിച്ച് കേന്ദ്ര യൂണിയൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് BJPക്ക് ഇവിടെ കാൻഡിഡേറ്റ് ഉണ്ടാകുകയില്ല എന്നും BJPയോട് മത്സരിക്കുന്നില്ല എന്നും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുകയും കൂടെ ചെയ്തു. ഇത് രണ്ടും കൂടെ എങ്ങനെ നമുക്ക് ക്ലബ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും? BJP മത്സരിക്കില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഇവിടുത്തെ ഏതെങ്കിലും പാർട്ടി ചെയ്യുന്ന മാതിരി ഒരുത്തനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു പരിപാടി BJPക്ക് ഇല്ല. BJP വളരെ കുലങ്കൃഷിതമായി ചിന്തിച്ചിട്ട് മാത്രമേ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുകയുള്ളൂ. അവർ പഠിക്കും, അവരെന്താ സാഹചര്യം പഠിക്കും, അവർക്ക് ആലോചിക്കണം, അവർക്ക് ഒരു സംഘടിത ശക്തിയുണ്ട്, കോർ കമ്മിറ്റികളുണ്ട്, കമ്മിറ്റികൾ കൂടണം, ആളുകളുടെ അഭിപ്രായം സ്വരൂപിക്കണം. അല്ലാതെ വെറുതെ ഒരു സ്ഥാനാർത്ഥിയെ പിടിച്ച് അങ്ങ് നിർത്തുക അല്ലെങ്കിൽ ഒരാളെ നിർത്തുക, അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളെ നിർത്തുക, അത് BJPക്ക് പറ്റില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ താഴ്ത്തട്ട് മുതൽ മേൽത്തട്ട് വരെ ചർച്ച ചെയ്യണം. ആ രീതിയിൽ മാത്രമേ അവർക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണായിരിക്കും ഞാൻ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. അവർ പലരെയും പരിഗണിക്കും, എല്ലാം പരിഗണിച്ചിട്ട് അവർ അർഹത നോക്കി കൊടുക്കും. അതായിരിക്കും BJP ചെയ്തത്. അല്ലാതെ BJP മത്സരിക്കുന്നില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. മത്സരിക്കേണ്ട ഇതൊരു അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ്, അത് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. ഇതൊരു അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണെന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. ഇന്ന് ഈ മണ്ഡലത്തിന്റെ അവസ്ഥകൾക്ക് ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ടാണ് അങ്ങയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ മത്സരം കൊണ്ട് ആഗ്രഹിക്കുന്നത്? നിലമ്പൂരിന്റെ സമഗ്ര വികസനം, അതാണ് BJPയുടെ ലക്ഷ്യം. കാരണം നിലമ്പൂർ നമുക്കറിയാം, നിലമ്പൂർ ബൈപ്പാസ്, അച്ഛൻ അവിടെ സ്ഥിരം യാത്ര ചെയ്യുന്നവരല്ലേ. അച്ഛൻ ചന്തകുന്ന് താമസിക്കുന്ന ചന്തകുന്ന് നിലമ്പൂർ വരെ പോകാൻ 1 മണിക്കൂറിലധികം വേണ്ടേ? ആ ബൈപ്പാസ് ഉണ്ടെങ്കിൽ എത്ര സൗകര്യമാണ്. ആ ബൈപ്പാസ് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. ഇതുവരെ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാത എത്രയോ കാലമായി അത് ആരംഭിച്ചിട്ട്, എത്രയോ കാലമായി അതിന്റെ സർവേ നടത്തിയിട്ട്
അതും അതേപോലെ തന്നെ നിൽക്കുന്നു. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ നിലമ്പൂരിന്റെ സമഗ്ര വികസനത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്യേണ്ട സംഭവമാണ്. പക്ഷെ അതിന്നും അതേപോലെ തന്നെ നിൽക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആരംഭിച്ചിട്ടുള്ള ഈ പുരാതനമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഇന്ന് നവീകരിച്ച് വളരെ മനോഹരമാക്കി തീർത്തിരിക്കുന്നു. ഇവിടേക്ക് വരുന്ന ഏതൊരു വിനോദസഞ്ചാരിക്കും മനം കുളിർക്കെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നതായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ റോസ് വുഡ്, അതോടൊപ്പം തന്നെ തേക്ക് വുഡൊക്കെയുള്ള ഒരു നാട്ടിലാണ്, തേക്കിൻ്റെ കാടൊക്കെയുള്ള മനോഹരമായ ഒരു പ്രദേശത്താണ് ഈ മനോഹരമായിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ നിലകൊള്ളുന്നത്. ആ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കപ്പെട്ട സമയത്ത് തന്നെ അതിനോടൊപ്പം തന്നെ അതിലേക്ക് ഉള്ള അടിപ്പാത കൂടെ പണിയുവാൻ ഇടയായിത്തീർന്നു. ഇപ്പോഴത്തെ ഭരണസമിതി, മുനിസിപ്പൽ ഭരണസമിതി ആ കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിപൂർവ്വം ആ കാര്യങ്ങൾ ചെയ്ത് ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ നാട്ടുകാർക്ക് ആ റോഡിനെ കുറിച്ച് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. റോഡിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. നിലമ്പൂർ അടിപ്പാത തുടങ്ങിയിട്ട് അവിടെ പണി കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ തുടങ്ങുന്നത് അത് സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിരുന്നു. ഇപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇതിനു മുമ്പ് വാഹനത്തിൽ പോകാനുള്ള 2-3 വഴികൾ കൊടുത്തിരുന്നു. ഒന്ന് രാമൻകുത്ത് വഴി, അതുപോലെ നമ്മളെ റെയിൽവേനെ തൊട്ട് ചേർന്ന് ഇപ്പോൾ റെയിൽവേ കോമ്പൗണ്ട് അവിടെ വഴി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് പയ്യമ്പള്ളി വഴി. ഇതിൽ ചെറുവാഹനങ്ങൾക്ക് പോകാനുള്ള ഓർഡറായിരുന്നു കൊടുത്തിരുന്നത്. വലിയ വാഹനങ്ങൾ കരുളായി വഴി പോകാനുള്ള ഇതാണ്. പക്ഷേ ഇപ്പോൾ ഈ റോഡ് അങ്ങനെ നാശാവാൻ കാരണം ഒന്ന് മെയിൻ എന്താ വെച്ചാൽ വലിയ വാഹനങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളെ പയ്യമ്പള്ളി വഴി നേരെ ഡിപ്പോനെ വന്ന് ചാടുന്നത്. ആ റോഡ് ആ വലിയ വാഹനങ്ങളും അതുപോലെ ടിപ്പർ വാഹനങ്ങളൊക്കെ പോയിട്ടാണ് റോഡ് പറ്റേ നാശമായിട്ടുള്ളതാണ്. ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ലാതെ സഞ്ചാരയോഗ്യമല്ലാതെ നടന്നു പോകാൻ പോലും കഴിയാത്ത കഴിയുന്നില്ല. അപ്പോൾ ആ പോക്കറ്റ് റോഡ് ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ, ഇവിടെ റെയിൽവേയിൽ അണ്ടർപാസ് ഉണ്ട്, പൂക്കുടുംബടം കളിയാവ് പോലെ. അത് അവർ പണി നിർത്തിവെച്ച് അത് കുറേ കാലം അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അതിന് ശേഷമാണ് ഇതിൽ വണ്ടികൾ ഈ പോക്കറ്റ് റോഡ് വഴി പോയിട്ട് ആ റോഡ് പറ്റ മോശമായത്. പിന്നെ പോകുന്ന വണ്ടികൾ കരുളായി വഴിയാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് താമസങ്ങൾ വരും, വണ്ടികൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും. ഇപ്പോൾ ഒരു 2 മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ ഇപ്പോൾ ഈ അണ്ടർപാസിൻ്റെ റെയിൽവേൻ്റെ പണി കഴിഞ്ഞ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഇതിൽ ഓടാൻ തുടങ്ങി. ഈ പോക്കറ്റ് റോഡ് വാഹനങ്ങൾ നിർത്തി. ഇപ്പോൾ കരുളായി വഴി പോവും, ഇതിലേയും പോവും. അതാദ്യമേ തുടങ്ങി പണി വെച്ചിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോക്കറ്റ് റോഡുകൾ നാശാകാത്ത വിധത്തിൽ ക്ലിയർ ആയി കിട്ടും. നമ്മളെന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇതൊരു ഫസ്റ്റിൽ ഇത് അടച്ചപ്പോൾ പറഞ്ഞാൽ 6 മാസം കൊണ്ട് തീരുന്നു പറഞ്ഞ് ചെയ്തായിരുന്നു. 6 മാസം എന്നുള്ളത് പിന്നെ പറഞ്ഞാൽ 1 വർഷമായി. 1 വർഷം എന്ന് പറഞ്ഞാൽ പിന്നെ മെയ് ലാസ്റ്റ് എല്ലാം പറയുന്നു. ഇപ്പം മെയ് വന്ന് ജൂൺ ലാസ്റ്റ് ആയിപ്പോയി. അപ്പോൾ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ആൾക്കാർ ഇതിപ്പോൾ തുറക്കും, അടുത്ത മാസം തുറക്കുന്നതാണ്. ഇപ്പം പറ്റ മന്ദഗതിയിലായി. അന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു, 40-50 പണിക്കാരുണ്ടായിരുന്നു. ഒരു 10 പണിക്കാരെ വെച്ചിട്ട് ചെയ്യണം. അപ്പം ഇനിയിപ്പോൾ ഒരു 6 മാസം തീരുന്ന ഒരു പ്രതീക്ഷയില്ല. ജനങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന സഖാവ് സത്യൻ മുഖേരിയാണ് നമ്മോട് കൂടെ നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അങ്ങയുടെ വീക്ഷണം ഒന്ന് പങ്കുവെക്കാം. തെരഞ്ഞെടുപ്പ് ഇവിടെ അൻവറുടെ തെറ്റായ നയം കാരണം വന്നതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. LDF തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോവുക. കാരണം LDFന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണം നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക മേഖലയിലും ഗ്രാമീണ മേഖലയിലും വിവിധ തലങ്ങളിൽ വലിയ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് അധികാരത്തിൽ തുടരണമെന്നത് ഈ സംസ്ഥാനത്തെ പൊതുവായി ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ LDFന്റെ ഒരു MLA ഉണ്ടാകേണ്ടതാണ്. അൻവർ കാണിച്ചിട്ടുള്ള വഞ്ചന, ആ വഞ്ചന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് പൊതു അഭിപ്രായം തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഭരണത്തുടർച്ചയെ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക്, ഭരണത്തുടർച്ച എന്ന് പറയുന്നത് LDFന്റെ ഭരണം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ശക്തി പകരുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ വിധിയെഴുത്ത്. ഈ തെരഞ്ഞെടുപ്പിൽ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ, ഇതിനെ പൊതു തെരഞ്ഞെടുപ്പല്ലല്ലോ, ഉപതെരഞ്ഞെടുപ്പിൽ നിരവധി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നിലമ്പൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് വനപ്രദേശങ്ങളിൽ പാർക്കുന്ന ആളുകൾക്ക്, വനാതിർത്തികളിൽ പാർക്കുന്ന സാധാരണക്കാരായ കർഷകർക്ക്, അതോടൊപ്പം തന്നെ ഗ്രാമീണ അന്തരീക്ഷങ്ങളുള്ളവർക്കൊക്കെ നിരവധി സങ്കടങ്ങളും വേദനകളുമുണ്ട്. അവർക്ക് ലഭ്യമാകേണ്ടിയിരിക്കുന്ന പല ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല, വൈകിപ്പോകുന്നു ഇത്യാദി പരാമർശങ്ങളൊക്കെ ശത്രുപക്ഷത്തു നിന്ന് ധാരാളമായിട്ട് LDF കേൾക്കേണ്ടി വരുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? വനമേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് അവരുടെ കാർഷിക മേഖലയിൽ കൃഷിയിടം വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയാണ്. കൃഷിയിടം മാത്രമല്ല, എത്ര ആളുകളാണ് വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടത്, വധിക്കപ്പെട്ടത്, മരണം എത്രയുണ്ടായി?
ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് LDFിൻ്റെ അഭിപ്രായം, കേരള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം. ഇവിടെ ജനസംഖ്യാ നിയന്ത്രണമുണ്ട്. ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ പെരുപ്പം കുടുംബാസൂത്രണത്തിലൂടെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ലോകത്തെല്ലാം അത് അംഗീകരിച്ചിട്ടുണ്ട്. പൊതുവെ ഇന്ത്യ അത് നടപ്പിലാക്കുകയാണ്. വന്യമൃഗങ്ങളുടെ വർധനവിന് ഒരു നിയന്ത്രണവും പാടില്ല എന്നൊരു സമീപനത്തോട് യോജിക്കാൻ കഴിയില്ല. ലോകത്തെല്ലായിടത്തും പരിഷ്കൃത രാജ്യങ്ങളിൽ നിശ്ചിത കാലയളവിൽ വേട്ട നടത്താനുള്ള ഒരു പെർമിഷൻ കൊടുക്കാറുണ്ട്. അതെന്തിനാണത്? അത് വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനാണ്. കേരള ഗവൺമെൻറ് ഈ വിഷയത്തിൽ LDF ഗവൺമെൻറ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട്, LDF എടുത്തിട്ടുള്ള നിലപാട് ക്ഷുദ്രജീവികളായിട്ടുള്ളവരെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള നിയമസഭ തന്നെ പ്രമേയം പാസ്സാക്കി അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിച്ചിട്ടുണ്ട്. ഒരു മാറ്റവും ഉണ്ടായില്ല. ഇത് കേന്ദ്ര വന്യമൃഗ സംരക്ഷണ നിയമമാണ് ഇതിന് തടസ്സം. ആ നിയമം പാസ്സാക്കാൻ, നിയമം ഭേദഗതി ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല. ഇപ്പം കേരള ഗവൺമെന്റ് എടുത്ത നിലപാട് ഈ ജനങ്ങളെ ശല്യം ചെയ്യുന്ന മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള അവകാശം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണമെന്ന് ഉണ്ടാകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തുകൾ പെർമിഷൻ കൊടുക്കുകയാണ്. അവിടെയുള്ള ഷൂട്ടർമാരെ വിളിച്ചു ചേർത്ത് ക്ഷുദ്രജീവികളെ വെടിവെക്കാൻ, പന്നി ഉൾപ്പെടെയുള്ള, കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികളെ വെടിവെക്കാൻ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് വന്യമൃഗങ്ങളെ അല്ലെങ്കിൽ പന്നി ക്ഷുദ്രജീവികളെ, മൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കുന്ന പഞ്ചായത്തുണ്ട്. ഇപ്പം ഇവിടെ വഴിക്കടവിൽ ഒരു സംഭവം ഉണ്ടായി. വഴിക്കടവിലെ ആ അധികാരം ആ പഞ്ചായത്ത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ പന്നികളുടെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അതിനകത്തുള്ള ഒരു പ്രശ്നം, വന്യജീവികളെ, ക്ഷുദ്രജീവികളെ വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ തന്നെ അതിന് ഒരുപാട് ഗവൺമെന്റ് തലങ്ങളിലുള്ള സർട്ടിഫിക്കറ്റ്, ഫോറസ്റ്റ് അധികാരികളുടെ സർട്ടിഫിക്കറ്റ്, മൃഗാശുപത്രിയിലെ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ നിരവധി സങ്കീർണതകൾ അതിനകത്ത് കൂടി കൊമിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളാരും തന്നെ അതിന് മുതിരുകയില്ല. മാത്രമല്ല ലൈസൻസ് ഉള്ള തോക്കുമായിട്ടൊക്കെ ആളുകൾ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടുന്ന ആ ഗതികേടുകൾ ദൂരത്തു നിന്ന് ഒരു പഞ്ചായത്തിൽ മാക്സിമം ഒരാൾക്കോ രണ്ടുപേർക്കോ മാത്രമായിരിക്കും. ഇങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ധാരാളമായിട്ടുണ്ട്. മാത്രമല്ല ഈ വന്യജീവികളിൽ തന്നെ, ഈ ക്ഷുദ്രജീവികളിൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മൃഗങ്ങളെ, അതിൻ്റെ ഒരു സജഷനാണ്, ആ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മൃഗങ്ങളെ കുഴിച്ചിടുന്നതിന് പകരമായിട്ട് അവയെ ഭക്ഷിക്കുന്ന ആളുകൾ, നമ്മുടെ കാട്ടിലൊക്കെ പാർക്കുന്ന ആളുകൾ മുൻകാലങ്ങൾ ഭക്ഷ്യബുക്കുകളായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അത് ഭക്ഷിക്കാൻ, യഥേഷ്ടം ഭക്ഷിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഭക്ഷ്യസുരക്ഷയും കൂടി ആയിത്തീരുകയില്ലേ? അപ്പോൾ ആ രീതിയിലും കൂടെ സർക്കാരിന് അത് ചിന്തിച്ചുകൂടെ? ഒന്ന്, വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തണം. ക്ഷുദ്രജീവികളെ കൊല്ലാനുള്ള അവകാശം അവിടെയുള്ള ആളുകൾ കൊടുക്കണം. മറ്റൊന്ന്, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനകം, ഈ മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്നതിന് ശേഷമുള്ളത് എന്താണെന്ന് ആരും അന്വേഷിക്കേണ്ട കാര്യമില്ല. അതിനർത്ഥം വളരെ വ്യക്തമാണല്ലോ. അതാണ് സന്ദേശം. ശരിയായ വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അത് നിയമത്തിൽ മാറ്റം വരുത്തണം. അതെ, അത് കേന്ദ്ര ഗവൺമെന്റാണ് മാറ്റേണ്ടത്. അല്ല, സംസ്ഥാന ഗവൺമെന്റ് ലഭിച്ചിരിക്കുന്നതായ ആനുകൂല്യം വെച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു ഫേം ഡിസിഷൻ എടുത്താൽ ആർക്കാണ് ചോദ്യം ചെയ്യാൻ കഴിയുക? വേണ്ടി വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിന്ന് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു വിധിയും കൂടെ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് സ്വസ്ഥമായും സ്വൈര്യമായും ജീവിക്കാൻ കഴിയും. നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത്, ഞാൻ നടക്കാൻ പോകുന്ന സ്ഥലമാണ് ഈ പ്രദേശങ്ങളൊക്കെ, പട്ടാപ്പകൽ 4 മണി 5 മണിക്കൊക്കെ ഇതിൽ ഒറ്റപ്പന്നികൾ ധാരാളമായി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് കുറുകെ ചാടി വാഹനങ്ങളൊക്കെ പരിക്കേറ്റ് ആളുകളൊക്കെ മരിക്കുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിന് അന്തിമമായിട്ടുള്ളൊരു വിധി കൽപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയല്ലേ? കാരണം സംസ്ഥാനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും ജനങ്ങളുടെ മേൽ അവരുടെ ജീവനും സ്വത്തിനും അധികാരസ്ഥരായിരിക്കുന്ന സംസ്ഥാന സർക്കാർ ആ വിധത്തിലൊരു ഫേം ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള വാഞ്ച. വന്യമൃഗ സംരക്ഷണ നിയമം പാസ്സാക്കിയത് പാർലമെന്റാണ്. ഓക്കെ, ആ പാർലമെന്റ് പാസ്സാക്കിയ ആ കേന്ദ്ര നിയമം, ആ നിയമത്തെ ഭേദഗതി ചെയ്യേണ്ടത് പാർലമെന്റാണ്. അത് ഭേദഗതി ചെയ്യണമെന്നും കൃഷിക്കാരന്റെ താല്പര്യം സംരക്ഷിക്കണം, മലയോര മേഖലയിൽ താമസിക്കുന്നവരെ സംരക്ഷണം നൽകണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെയും LDFന്റെ നിലപാട്. വ്യക്തമാണ്. ഈ നിലപാട് നിയമസഭ അംഗീകരിച്ചുകൊണ്ട് നിയമസഭ പാസ്സാക്കിയ പ്രമേയത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പോയി സംസാരിച്ചിട്ടുണ്ട്. വനം വകുപ്പ് മന്ത്രി അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട്.
LDF നിരവധി തവണ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കൃഷിക്കാർ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ആ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറില്ലെന്ന് മാത്രമല്ല, ആ ഭേദഗതി ചെയ്യാൻ പറ്റില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? വന്യമൃഗങ്ങളെ ഈ കാട്ടുപന്നിയെയൊന്നും തന്നെ വെടിവെച്ച് കൊല്ലാൻ അനുവാദം തരില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് 2 ദിവസം മുമ്പ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരമൊരു ഘട്ടത്തിലാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് LDF ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയ്ക്ക് വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ കൃഷിക്കാർക്ക് സ്വയം മുന്നോട്ട് വരാം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ പരിമിതമായ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തുകൾക്ക് അവകാശം കൊടുത്തിരിക്കുക. പഞ്ചായത്തുകൾക്ക് അപ്പൊ ജനങ്ങൾ അത് ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ചാൽ ആ ഒരു പ്രചരണം ഗവൺമെന്റ് ആ പ്രചരണം ഈ കിസാൻ ഓൾ ഇന്ത്യ കിസാൻ സമിതിയിൽ അല്ലെങ്കിൽ സഭയിൽ നിങ്ങൾ ഉന്നയിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യാൻ തയ്യാറാണോ? നിരവധി കാലമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനോട് UDFന്റെ നിലപാട് എന്താണ്? UDFന്റെ സ്ഥാനാർത്ഥിയുടെ നിലപാട് എന്താണ്? BJPയുടെ നിലപാട് എന്താണ്? ഇതൊന്നും തന്നെ അവർക്ക് ബാധകമല്ല. കോൺഗ്രസ് ആണ് ഈ നിയമം പാസാക്കിയത്. BJP ആണ് ഇപ്പൊ നിയമം നടപ്പിലാക്കുന്നത്. ഫിറോസ് ബാബു ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യന്റെ വലിയൊരു അനുഭാവിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമാണ്. നമുക്ക് ആര്യാടൻ മുഹമ്മദിന്റെ ശബ്ദത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കേൾക്കാം. ഇപ്പോൾ ഫിറോസ് ബാബു, എത്ര നാളായി ഈ ഹോട്ടൽ ആരംഭിച്ചിട്ട്? വാപ്പാൻ്റെ കാലം തൊട്ട് വളരെ കൂടുതലായിട്ട് ഒരു 10-30 വർഷമായി. പിന്നെ ഞാൻ കലാഫീൽഡൊക്കെ ആയിരുന്നു, അത് പിന്നീട് ഇങ്ങനെ മാറി വന്നതാണ്. അപ്പോൾ ഈ കലാഫീൽഡിൽ നിന്ന് എന്തെങ്കിലും ഗുണകരമായ അനുഭവങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങളോ കൈവരിക്കാനായിട്ട് ഫിറോസിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ല, അന്നാന്ന് ചെലവ് കഴിഞ്ഞ് പോവുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഓക്കെ, ഇത് കുഞ്ഞാക്ക എന്ന് വിളിക്കുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ അതേ ശബ്ദത്തിലാണ്. കാരണം എനിക്ക് അദ്ദേഹത്തെ അടുത്ത് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ മകനും കൂടി ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള നല്ല ആ ശബ്ദ അനുകരണത്തിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിലെ വികസനപരമായ കാര്യങ്ങളും കൂടെ ബാബുവിനോട് ചോദിക്കുകയാണ്. ബാബു ഇവിടുത്തെ ഒരു തദ്ദേശീയനാണ്, അതോടൊപ്പം തന്നെ ഒരു ഹോട്ടൽ ഉടമസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന ബസ് സ്റ്റാൻഡ്, ഇതിന് തൊട്ട് മുമ്പിലുള്ള ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരുപാട് നാളുകളായി ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് മുഖാന്തരം ഉണ്ടാകുന്ന ദുരിതങ്ങൾ എന്താണ്? അത് നേരിട്ട് ബാബു തന്നെ പറയുമ്പോൾ ആളുകൾക്ക് കേൾക്കാൻ കഴിയുമല്ലോ. വളരെ ദയനീയമായൊരവസ്ഥയാണ്. കാരണം ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളായാലും മറ്റു പ്രായമുള്ള സ്ത്രീകളായാലും വന്ന് നിന്ന് അവർക്ക് വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ നിൽക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇവിടെയില്ല. കാരണം മറ്റുള്ള സ്ഥാപനങ്ങളുടെ മുമ്പിൽ എത്രമാത്രം ബ്ലോക്ക് ചെയ്തു നിൽക്കും. മിക്കവാറും ആ കടക്കാരൊരു ആൻജിയോഗ്രാം ചെയ്യേണ്ടി വരും. കാരണം അവരുടെ കട ബ്ലോക്കാകുകയാണല്ലോ മോനെ. കച്ചവടം നടക്കുന്നില്ല എന്ന് മാത്രമല്ല, വളരെ ദയനീയ അവസ്ഥയാണ്. ബസ് കാത്തു നിൽക്കുന്നത് പേടി സ്വപ്നമായിട്ടാണ് നിൽക്കുന്നത്. ഏതു സമയത്തും വന്ന് ശരീരത്തിലൂടെ കയറുന്നൊരു സാഹചര്യമാണ്. കാരണം ബസ്സുകാരന് കാണാൻ കഴിയില്ല, ഈ കാത്തു നിൽക്കുന്ന വ്യക്തികളെ കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കേട്ടോ. അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം ഏത് വ്യക്തി ജയിച്ചാലാണ് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുക എന്നാണ് ഫിറോസിൻ്റെ മനസ്സിലുള്ളത്? അതിപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഭരണപക്ഷത്തിലുള്ളവർക്ക് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഭരണപക്ഷത്ത് ആരാണോ അവർക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി ചില മണിക്കൂറുകൾ മാത്രം, ദിവസങ്ങൾ മാത്രം നമുക്ക് ആ വാക്കി പത്രത്തിലേക്ക് 23-ാം തീയതി വരെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.